നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ സാറേ, എന്തുപറ്റി? ഓ, ഇന്നത്തെ ദിവസം നല്ലതല്ല കസ്തൂരി. ആകെ ഇടങ്ങേറ. എന്താ ഇന്നും സൗപനികയുടെ അച്ഛൻ വഴക്ക് പറഞ്ഞോ? ഇന്ന് പക്ഷേ സുരേന്ദ്രനങ്ങളല്ല, ഞാനാ വരട്ടിയത്. സൗപർണയുടെ കാര്യത്തില് ഞാൻ അങ്കിളിനോട് അല്പം സമയം ചോദിച്ചു. അങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റില്ല എന്നാ അങ്കിളുടെ നിലപാട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അങ്കിളും പറഞ്ഞു. ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. ചേട്ടാ, അവര് ചേട്ടനെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി പറയുന്ന നമ്പർ ആവില്ലേ ഇതൊക്കെ? പിന്നെ അങ്ങനെ വിചാരിച്ച ഉടനെ നടക്കുന്ന കാര്യമല്ല കല്യാണം. അത് ചേട്ടൻ ആദ്യം മനസ്സിലാക്കണം. പിന്നെ കെട്ടില്ല, കെട്ടാൻ സമ്മതിക്കില്ല എന്ന മനോഭാവം മാറ്റി കെട്ടാൻ തീരുമാനിക്കണം. അത്രയായ എല്ലാ പ്രശ്നവും തീർന്ന് ചേട്ടൻ സ്വസ്ഥനാവും. പിന്നെ ദേവൂട്ടിയുമൊത്ത് സ്വസ്ഥം ഗൃഹഭരണം. എന്താ, അതല്ലേ ശരി? കസ്തൂരി എന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കാതെയാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. എന്റെ അമ്മ വലിയ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നുണ്ട്. എല്ലാവരെയും അടക്കി ഭരിക്കുന്നുണ്ട്. അതൊക്കെയാണ് എന്റെ അമ്മ. പക്ഷേ അമ്മയ്ക്ക് ഏതൊരാളിനേക്കാളും ഏത് കാര്യത്തിനേക്കാളും വലുത് ഞാന്. അമ്മയുടെ ആ സ്നേഹം ഈ കാലം അത്രയും എനിക്കത് അനുഭവമാണ്. അങ്ങനെയുള്ള അമ്മയുടെ വാക്കിന് വില കൊടുക്കാതെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്കിപ്പോഴും പ്രയാസമാണ്. ഇതാണ് ചേട്ടന്റെ കുഴപ്പം. ചേട്ടാ, സ്നേഹമുള്ളിടത്ത് വിട്ടുവീഴ്ച ഉണ്ടാവും. ഇക്കാര്യത്തിൽ ചേട്ടനൊരു അറ്റകൈ പ്രയോഗം നടത്തിയില്ലേ? ചേട്ടന്റെ അമ്മ ആദ്യം അല്പം നിഷേധവും പ്രതിഷേധവും ഒക്കെ കാണിക്കുമെങ്കിലും പിന്നീട് രണ്ടുപേരെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, അല്ലേ? എനിക്കങ്ങനെയാട്ടോ തോന്നിയേ. അതുകൊണ്ട് ചേട്ടൻ സൗപർണികയുടെ അച്ഛനോട് അവധി ചോദിക്കാതെ ഒരു ഡേറ്റ് കുറിച്ച് കൊണ്ടുകൊടുക്ക്. എന്നാ അവർക്കും സന്തോഷാവും, സൗപർണികയ്ക്കും ചേട്ടനൊക്കെ സമാധാനാവുകയും ചെയ്യും. ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട, ഇതിനെക്കുറിച്ച് ആലോചിക്ക്. ചേട്ടാ, ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. ഹലോ അഖില. ആ കിഷൻ, നീ ഇവിടെയുണ്ട്? ഞാനിവിടെ തന്നെയുണ്ട്. എന്താ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടത് കാണണമായിരുന്നു. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. ശരി, ഒരു 5 മിനിറ്റ്, ഞാനെത്തി. ആ ഓക്കെ, ശരി. ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്. അതെ, കാണാനൊരു അവസരം തന്നില്ല, അതുകൊണ്ട് കണ്ടില്ല. ഞാനെന്നും തന്നെ കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ... സോറിടാ. എനിക്ക് എന്നും നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ, അമ്മയുടെ ചില നിർബന്ധങ്ങളൊക്കെ. വേറൊരു ബന്ധം ഉറപ്പിക്കാനുള്ള അമ്മയുടെ ശ്രമം അമ്മ വല്ലാതെ നിർബന്ധിച്ചു. ആവർത്തിച്ച് അമ്മ പറഞ്ഞപ്പോ അതിനൊപ്പം ഞാനൊന്ന് ഇളകിപ്പോയി. അമ്മയെ
ഒറ്റയടിക്ക് ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ടാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏയ് അത് സാരമില്ല. അമ്മയെ നിഷേധിക്കണമെന്നോ ധിക്കരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല.